അപ്പം മമ്മിയുടെ മക്കളുടെ അടുത്തേക്ക് മമ്മി ഇതാ വീണ്ടും എത്തിയിട്ടാ. എല്ലാവർക്കും സുഖമല്ലേ? ഇവിടെയും കുഴപ്പങ്ങളൊന്നുമില്ല, ഒരുവിധം തരക്കേടില്ലാണ്ട് പോണു. അപ്പോൾ ഇന്നും മമ്മി വന്നിരിക്കുന്നത് ഉള്ളും മനസ്സൊക്കെ തണുപ്പിക്കാൻ പറ്റാവുന്ന ഒരു അടിപൊളി മാംഗോ ഷേക്കിൻ്റെ വീഡിയോ ആയിട്ടാണ്. മാംഗോ ഷേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പക്ഷേ മമ്മി അതിൽ കുറച്ച് പ്രത്യേക ചേരുവകളൊക്കെ ചേർത്ത് സൂപ്പറായിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ചൂട് കാലത്ത് നിങ്ങളൊരു തവണയെങ്കിലും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോളൂ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ മാംഗോ ഷേക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയല്ലോ. ഇപ്പോൾ മാമ്പഴത്തിൻ്റെ സീസണാണ്. നമ്മുടെ എല്ലാവരുടെ വീടുകളിലും മാങ്ങ കിട്ടും. അപ്പോൾ പഴുത്ത മാങ്ങയൊക്കെ കിട്ടുമ്പോൾ കുട്ടികൾക്ക് നമുക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ മമ്മി 3 മാങ്ങ, നല്ല രീതിയിലുള്ള പഴുത്ത മാങ്ങ തോലൊക്കെ ചെത്തി ചെറിയ പീസുകളാക്കി അരിഞ്ഞ് ഇതിൽ 1 സ്പൂണ് പഞ്ചസാരയും കൂടെ ഇട്ട് ഇളക്കി ഫ്രിഡ്ജിൽ തണുപ്പിക്കാൻ വേണ്ടി വെച്ചതാണ്. ഫ്രിഡ്ജിലിരിക്കണ മാങ്ങയാണെങ്കിൽ തണുപ്പിക്കേണ്ട കാര്യമില്ല. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതേപോലെ അരിഞ്ഞ് 1 സ്പൂണ് പഞ്ചസാരയും കൂടി ഇട്ട് മിക്സ് ചെയ്ത് നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം. പിന്നെ അതേപോലെ തന്നെ സാധാരണ നമ്മൾ ഈ മാംഗോ ഷേക്കിൽ ഈ മാങ്ങയും ഇത് മാത്രം ഇട്ടിട്ടാണ് അടിക്കാറ്. പക്ഷേ മമ്മി കുട്ടികളുടെ ആരോഗ്യത്തിനും നമുക്കും നല്ലതിന് വേണ്ടിയിട്ട് 2 ക്യാരറ്റ് വേവിച്ചെടുത്തതാണ് കേട്ടോ. കണ്ട, ഉടച്ച പൊടയും. ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും? ഒരു ടേസ്റ്റ് വ്യത്യാസമില്ല. അതിന് നമ്മൾ വേറെ ഒരു സൂത്രം കൂടി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് വേവിച്ചെടുത്തിട്ടാണ് നമ്മൾ ഇതേപോലെ അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഇതും കൂടെ നമ്മൾ ഇതിൽ ചേർക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ മാങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ മാങ്ങ കംപ്ലീറ്റ് മമ്മി ഇതിലേക്ക് ഇട്ട് കൊടുത്തു. ഇതിൻ്റെ ഒപ്പം തന്നെ ക്യാരറ്റും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. നിങ്ങളുടെ മിക്സിയുടെ ജാറ് ചെറുതാണെങ്കിൽ 2 പ്രാവശ്യമായിട്ട് അടിക്കാം കേട്ടോ. അപ്പം മമ്മി ഇത് എന്തായാലും ഒന്നിച്ച് ഇട്ട് കൊടുക്കാം. ഇത് എത്ര മാങ്ങ എടുത്തിരിക്കണം? ഇത് 3 മാങ്ങ എടുത്തിട്ടുണ്ട്. ശരിക്കും നമുക്ക് ഇതുകൊണ്ട് ഒരു 4 ഗ്ലാസ്, വലിയ ഗ്ലാസ് കൊണ്ട് 4 ഗ്ലാസ് ഷേക്ക് കിട്ടും. പിന്നെ 1 പാക്കറ്റ് പാല് കാച്ചിട്ട് മമ്മി ചൂടാറിയതിന് ശേഷം തണുപ്പിച്ചെടുത്തതാണ്. ഫ്രീസർ ചെയ്ത് നല്ല കട്ടിക്കാണ് കിട്ടിയിരിക്കുന്നത്. നമ്മളെപ്പോഴും ഈ മാംഗോ ഷേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല ഇതുപോലെ കട്ട പാല് വേണം, അപ്പോഴാണ് ശരിക്കും ആ ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഇത് 1 പാക്കറ്റ് പാലാണ്, നമുക്ക് ആവശ്യത്തിന് എടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം തന്നെ ഒരു 4 ടീസ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം മധുരം നോക്കിയിട്ട് നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. നല്ല മധുരമുള്ള മാങ്ങയാണെങ്കിൽ ഇത്രയധികം മധുരം വേണ്ട. പിന്നെ നിങ്ങൾക്ക് ഷുഗർ കാര്യങ്ങൾ അങ്ങനെയുള്ളവർക്ക് മധുരം കുറവ് വേണമെങ്കിൽ മധുരം ഇടാണ്ടും നമ്മൾക്ക് ഇത് അടിച്ചെടുക്കാം. കാരണം മാങ്ങയിൽ അത്യാവശ്യം മധുരം ഉണ്ടാവും. അപ്പോൾ പഞ്ചസാര ഒഴിവാക്കുന്നവർക്ക് അങ്ങനെയും ചെയ്യാം. അപ്പോൾ എന്തായാലും മമ്മി ഇതൊന്ന് അടിച്ചു കൊണ്ടുവരട്ടെ. അതിന് ശേഷം നമുക്ക് പാലിട്ട് കൊടുക്കാം. അപ്പോൾ അതാ മാങ്ങയും ക്യാരറ്റും കൂടെ ഒന്ന് അടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിലേക്ക് നമ്മുടെ ഫ്രീസർ ചെയ്ത് വെച്ച പാല് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 തവണയായിട്ട് അടിക്കാം കേട്ടോ. മമ്മി നോക്കിയിട്ട് 1 തവണയും കൂടി അടിക്കേണ്ട വരും. ഞാൻ ഇതൊന്നും ഇട്ടിട്ട് അടിച്ച് എടുക്കട്ടെ. അപ്പോൾ മമ്മി അത് 1 തവണയും കൂടിയും അടിച്ചു കൊണ്ടുവന്നതിന് ശേഷം ബാക്കിയുള്ള പാലും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരല്പം ബൂസ്റ്റും കൂടെ ഇട്ട് കൊടുക്കാം. ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ മാംഗോ ഷേക്കിൽ ബൂസ്റ്റ് ചേർക്കേണ്ട ആവശ്യമില്ല. പക്ഷേ നമ്മളിപ്പോൾ ഇതിനകത്ത് ക്യാരറ്റ് ചേർത്തിട്ടുണ്ട്. ആ ക്യാരറ്റിൻ്റെ ടേസ്റ്റ് അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇതിലേക്ക് കുറച്ച് ബൂസ്റ്റ് ചേർക്കുന്നത്. അപ്പോൾ ഒരുപാട് വേണ്ട, കുറച്ചിട്ട് കൊടുക്കാം. ഇനി അതുപോലെ തന്നെ ഇതിലേക്ക് ഒരല്പം അണ്ടിപ്പരിപ്പും 5-6 ബദാമും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്കിത് ഒന്നും കൂടി കറക്കി കൊണ്ടുവരാം. അപ്പോൾ നമ്മുടെ മാംഗോ ഷേക്ക് അടിപൊളിയായിട്ട് ഇവിടെ അടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കിതൊരു ഗ്ലാസ്സുകളിലേക്ക് പകർത്താം. ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ച് ബദാം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു കാര്യം മമ്മി മറന്നു, കുറച്ച് മാങ്ങയുടെ പീസുകൾ എടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കായിരുന്നു കേട്ടോ. ഞാനത് എടുത്ത് വെക്കണമെന്ന് ഓർത്തതാണ്, പക്ഷേ അത് മറന്നുപോയി. ഇനി കുറച്ച് നട്ട്സ് നിങ്ങളുടെ കയ്യിൽ എന്താ ഉള്ളെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുക്കാം. ഞാൻ ഒരല്പം ടൂട്ടി ഫ്രൂട്ടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്.
ഇതൊന്നില്ലെങ്കിലും നമ്മുടെ മാംഗോ ഷേക്ക് അടിപൊളിയാട്ടാ. അപ്പോൾ ഒരു തവണ സമയത്ത് നിങ്ങൾ ഉറപ്പായിട്ടും ഇങ്ങനെ ഒരു ഷേക്ക് അടിച്ചു നോക്കിയോളൂ. ക്യാരറ്റും കൂടെ ചേർക്കണ കാരണം നമ്മുടെ ആരോഗ്യത്തിനൊക്കെ വളരെ നല്ലതാണ്.